ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് തേങ്ങയും അതുപോലെ തന്നെ പരിപ്പൊന്നും ചേർക്കാതെയുള്ള നല്ല ടേസ്റ്റുള്ള ഒരു വെള്ളരിക്ക കറിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെറുപയർ തോരനുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളരിക്ക തൊലി കളഞ്ഞതിൻ്റെ ശേഷം 1/2 കിലോ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് തൊലിയൊക്കെ കളയുക, എന്നിട്ട് ഞാൻ കഷ്ണങ്ങളാക്കിയതിൻ്റെ ശേഷം കാണിക്കാം. അപ്പോൾ അതാ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ വെള്ളരിക്ക ചേർക്കുകയാണ്. ഇതിലേക്ക് ഇനിയൊരു 7 ചക്കക്കുരുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിരിക്കും. വലിയ ചക്കക്കുരു ഒരു 7 എണ്ണമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ആ ബ്രൗൺ കളറ് അതൊന്നും കളയണ്ട, ആ വെളുത്ത പോള മാത്രം കളഞ്ഞാൽ മതി. ഈ ബ്രൗൺ തൊലിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഈ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് വേവിക്കണം. ചക്കക്കുരുവിൻ്റെ അളവ് കൂടി പോകരുത്, പിന്നെ എല്ലാം കൂടിയിട്ട് കുഴഞ്ഞ ഒരു പരുവായിരിക്കും. അതേപോലെ തന്നെ ചക്കക്കുരു വല്ലാതെ അങ്ങനെ ഇത് വെന്ത് കുഴഞ്ഞു പോകരുത്, ആ രീതിയിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മുളക് പൊടിയുടെ എരിവ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ മുളക് പൊടി ചേർക്കുക. അതായത് ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയതാണ്. കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ളതും കൂടി മിക്സ് ആയതാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് വേണ്ട എരിവിനാണ് ചേർക്കുന്നത്. ഒരു 1-1.5 സ്പൂണൊക്കെ ചേർക്കുന്നുണ്ട്. പച്ചമുളകോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും മസാല ഒന്നും ചേർക്കുന്നില്ല. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇതിങ്ങനെയാണ് ഉണ്ടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ലിറ്റർ വെള്ളം കൂടിയും ചേർക്കണം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു 1/2 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2-3 വിസിൽ. ചക്കക്കുരുവിൻ്റെ ആ വേവിന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, നിങ്ങൾ ഉപയോഗിക്കുന്ന ചക്കക്കുരുവിൻ്റെ വേവ്. അപ്പോൾ അതിൻ്റെ വേവാണ് നമ്മൾ കണക്കാക്കേണ്ടത്. വെള്ളരിക്കൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിൽ മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് വെന്ത് കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെന്ത് കുഴഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ ഇതിങ്ങനെ ഉടച്ചു കൊടുക്കാം, അത്രേ വേണ്ടൂ. ഇനി ഇതിലേക്ക് മാങ്ങയാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള മാങ്ങയാണ്. അപ്പോൾ ഈ മാങ്ങ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ചെറിയൊരു ലൈറ്റായിട്ടൊരു മഞ്ഞ കളറുണ്ട്. അതായത് ചെനച്ച മാങ്ങ ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ എപ്പോഴും ടേസ്റ്റ്. നല്ല മൂത്ത് നല്ല ചെനച്ച മാങ്ങ തന്നെ യൂസ് ചെയ്യുക, അതായിരിക്കും ഈ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക്. അപ്പം ഞാനൊരു ഇത്രയാണ് എടുത്തിരിക്കുന്നത് കറക്റ്റ് പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മാങ്ങയുടെ പുളി ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഇതിനനുസരിച്ച് ഇതിങ്ങനെ വല്ലാതെ പുളി ഉണ്ടായിരിക്കില്ല. ആ കഷ്ണവും ആ മാങ്ങയുടെ പുളിയും കൂടി യോജിക്കുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ്, ആ പുളി മാത്രമേ ഇതിന് പാടുള്ളൂ. അല്ലാതെ പുളി മുന്നിട്ട് നിൽക്കാൻ പാടില്ല. ആ രീതിയിൽ മാങ്ങ ചേർത്താൽ മതി. അപ്പോൾ ഇത് അരിഞ്ഞിടാൻ ഇതിലേക്ക്. ഇത് നിങ്ങൾക്ക് ഒന്നിച്ച് വേവിക്കണമെങ്കിൽ ഒന്നിച്ച് വേവിക്കാം കേട്ടോ. ഞാനിപ്പോൾ മാങ്ങയും വെള്ളരിക്കയും വെവ്വേറെയാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നിച്ചും വേവിക്കാം കേട്ടോ. പിന്നെ മാങ്ങ വേവാനൊന്നും അധികം സമയമൊന്നുമില്ല, ഒരൊറ്റ വിസിൽ മതി. പിന്നെ മാങ്ങ കൂടുതൽ വേവിച്ചാൽ അതിൻ്റെ പുളി കുറഞ്ഞു പോകും കേട്ടോ, അത് ശ്രദ്ധിക്കണം. കൂടുതൽ മാങ്ങ വേവിക്കരുത്. അപ്പോൾ ശ്രദ്ധിക്കുക, മാങ്ങ പുളിക്കനുസരിച്ച് ചേർക്കുക. ഞാൻ ചേർത്തത് അധികം പുളി ഇല്ലാത്ത മാങ്ങയാണ്, അതായത് ചെനച്ച മാങ്ങ, നല്ല മൂത്തിട്ട് ചെനച്ച മാങ്ങ ഉണ്ടാവില്ലേ, അതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വീണ്ടും ചേർത്തിട്ട് ഒരൊറ്റ വിസിൽ മതി. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങ വേവാനൊന്നും അധികം സമയം എടുക്കില്ല, കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഇനി ഇതിലേക്ക് വറവിടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കുറുകണമെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വല്ലാതെ ഉടച്ചു കൊടുത്താൽ പിന്നെ അതൊരു രസം ഉണ്ടായിരിക്കില്ല. എനിക്കിത് കറക്റ്റായിട്ടാണ് തോന്നുന്നത്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി പുളി നിങ്ങൾക്ക് ഒന്ന് ബാലൻസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ലേശം ശർക്കര ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ കടുക് ചേർക്കാം.
കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർക്കണം. ഉലുവ ഇതിൽ മസ്റ്റാണ് കേട്ടോ. ഉലുവയുടെ ആ ഫ്ലേവറാണ് ഈ കറിയുടെ ആ ടേസ്റ്റ്. അപ്പോൾ ഉലുവ എന്തായാലും ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവ കൂടി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ചേർക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ കറിവേപ്പില കൂടി ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം. ആ വറവ് പാത്രത്തിലേക്ക് കുറച്ച്, ആ തടുക്ക പാനിലേക്ക് കുറച്ച് കറി ഒഴിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഒഴിക്കണം. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഒരു അരമണിക്കൂറെങ്കിലും ഇത് അടച്ചു വെക്കുക. അപ്പോൾ ആ പിന്നെ എന്താ പറയുക, കടുക് വറുത്തതിൻ്റെയൊക്കെ ഫ്ലേവർ കറിയിലേക്ക് പിടിക്കും. നല്ല ടേസ്റ്റ് കിട്ടും. എപ്പോഴും നമ്മൾ കറി ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കൂ, കറിയൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. അത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് തിക്കാവും. ചക്കക്കുരുവൊക്കെ നമ്മൾ ചേർക്കുന്നതല്ലേ. പിന്നെ ഇത് കൂട്ടി കഴിക്കുമ്പോൾ ലേശം മോര് കൂട്ടിയിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അതിൽ മാങ്ങയുടെ പുളി ഉണ്ടെങ്കിലും ആ മോരിൻ്റെ ആ ചെറിയൊരു പുളിയും കൂടി ആവുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ മോര് അല്ലെങ്കിൽ തൈര് കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഞാൻ ചെറുപയർ തോരനാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫിഷ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ പപ്പടം ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ പിന്നെ കുറേ കൂടുതൽ വിഭവങ്ങളൊന്നും ആവശ്യമില്ല. ഈ ഒരു കറി മതി. അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി ഞാൻ ചെറുപയർ തോരൻ ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കുകയാണ്. ഒരു 1/4 കപ്പ് ചെറുപയർ എടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് കാണിക്കുന്നുണ്ട്, പക്ഷേ 1/4 കപ്പ് എടുത്താൽ മതി കേട്ടോ. അതെടുത്തിട്ട് അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയതിൻ്റെ ശേഷം കേട്ടോ കുക്കറിലിടുക. എന്നിട്ട് 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 വിസിൽ മതിയാവും. അപ്പോഴേക്കും അത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് കുതിർത്തിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർത്തിയതാവുമ്പോൾ ഹൈ ഫ്ലെയിമിൽ 1-2 വിസിൽ മതിയാവും. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒന്ന് ചതച്ചെടുക്കണം. കുറച്ച് നാളികേരം ഒരു 1/4 കപ്പ് നിങ്ങൾക്ക് വേണ്ട അത്ര എടുത്താൽ മതി കേട്ടോ. നാളികേരം ഞാൻ കുറച്ച് അധികം എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ആവശ്യിച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1-2 വെളുത്തുള്ളി വലുപ്പത്തിനനുസരിച്ച്, അധികം ആവരുത്. ഇതെല്ലാം കൂടി കറിവേപ്പില ഇതൊന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. അരയാൻ പാടില്ല കേട്ടോ. ഒന്ന് എല്ലാം കൂടി മിക്സ് ആവുക, ഒതുക്കിയെടുക്കുക മാത്രമേ പാടുള്ളൂ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ ചെറുപയർ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒഴിച്ച വെള്ളമൊക്കെ പാകമാണ്. ഒട്ടും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കണം. ഇനി വറവിടാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് 2-3 എണ്ണം ചേർക്കുക. പിന്നെ കറിവേപ്പില കൂടി ചേർക്കുക. ഇതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. ചെറിയ ഉള്ളിയാണ് ഇതിലെപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടുക. ഇല്ലെങ്കിൽ മാത്രം സവാള ചേർത്താൽ മതി. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആ അരപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ശേഷം ചെറുപയറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉള്ളി വഴന്നതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർത്തായിരുന്നു. പിന്നെ ചെറുപയറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഇടയിൽ വെച്ചിട്ട് മിസ്സായിപ്പോയി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം അരപ്പൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം മാത്രം ചെറുപയർ ചേർത്താൽ മതി. അരപ്പ് കുറേ നേരം ഇട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ചെറുപയർ തോരൻ റെഡിയായി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കറിയിൽ പരിപ്പൊന്നും ഇല്ലാത്ത കാരണം തന്നെ ഇതിൻ്റെ കൂടെ ചെറുപയർ തോരനും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മെനു ആയി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ല കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ കോമ്പിനേഷനൊക്കെ ഈ കറിയുടെ കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്